കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേരള പുലയർ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രവർത്തകരും ഇരിക്കണം. മുദ്രാവാക്യം നമ്മുടെ സംസ്ഥാന നേതാക്കൾ ഈ സമരത്തിൽ ഇങ്ങനെയൊരു പ്രക്ഷോഭം നമ്മൾ ആഗ്രഹിച്ചതല്ല. അപകടം എന്ന് കുറിച്ചു വെച്ച് ജാതി വിവേചനങ്ങളിൽ മനംതൊന്ന് വിദ്യാഭ്യാസ പ്രവർത്തനം തുടരാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം നേടിയ രോഹിത് വെമോല എന്ന ചെറുപ്പക്കാരനെ നമുക്കറിയാം. അതിനുശേഷം രാജ്യത്തിന്റെയും നമ്മുടെ സംസ്ഥാനത്തിന്റെയും ഉന്നത വിദ്യാഭ്യാസ രംഗം പരിശോധിച്ചാൽ ഒട്ടനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മദ്രാസിൽ IIT സ്ഥാപനത്തിൽ എന്റെ പേരാണ് ബാപ്പച്ചി എന്റെ പ്രശ്നം എന്ന് എഴുതി വെച്ച് ആത്മഹത്യയിൽ അഭയം നേടിയ ഫാത്തിമ ലത്തീഫ് എന്ന വിദ്യാർത്ഥിയുടെ മുഖം നമുക്ക് ഓർമ്മയുണ്ട്. മുംബൈയിലെ നായർ ഹോസ്പിറ്റലിൽ. പക്ഷെ പിന്നീട് മനസ്സിലായി മാനേജ്മെന്റിന്റെ പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികളോടുള്ള ഇത്തരം നെറികേടുകൾക്കെതിരെ ശക്തമായി തല ഉയർത്തി നിന്ന് പ്രതിഷേധിച്ചതിന്റെ പേരിൽ കോപ്പിയടി എന്ന വ്യാജ കാരണം അവരുണ്ടാക്കിയതാണ്. മാനേജ്മെന്റിന്റെ മർദ്ദനത്തിനിരയായ ആ വിദ്യാർത്ഥി ഹോസ്റ്റലിൽ തൂങ്ങി മരിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഞാൻ സൂചിപ്പിക്കുന്നത് 2016 ഹൈദരാബാദ് കേന്ദ്ര യൂണിവേഴ്സിറ്റിയിലെ മിടുക്കനായിരുന്ന വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമൂലയുടെ മരണം മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജിഷ്ണു പ്രണോയി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളും അവരുടെ രക്തസാക്ഷിത്വവും നിലനിൽക്കുന്ന കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവിടുത്തെ ദുരന്താനുഭവങ്ങളുടെ പട്ടികയിലേക്ക് ഒരു പുതിയ പേര് കൂടി എഴുതി ചേർക്കുകയാണ്. ആ പേരാണ് നിതിൻ രാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ.
സാംസ്കാരിക ഔന്നിത്യം പുലർത്തുന്ന നവോത്ഥാനത്തിന്റെ നാട് എന്ന് പറയുന്ന കേരളത്തിൽ, അതും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം ദുരന്താനുഭവങ്ങളുടെ പട്ടികയിലേക്ക് ഒരു പേര് കൂടി എഴുതി ചേർക്കുന്നത് സാംസ്കാരിക കേരളത്തിന് നല്ലതാണോ, നവോത്ഥാന കേരളത്തിന് നല്ലതാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ട് ഈ പ്രക്ഷോഭം നമ്മളെപ്പോലൊരു പ്രസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഇത് ആവർത്തിക്കാതിരിക്കാൻ, ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ ദുരന്താനുഭവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർവകലാശാലയും സർക്കാരും തയ്യാറാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. 10-ാം തീയതി ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇന്ന് തീയതി 20-ആണ്. ആ കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞു. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഞാൻ അവിടെ ചെല്ലുന്ന ദിവസം ആ കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകളായിരുന്നു. ഇപ്പോഴും കണ്ണീരുണങ്ങാത്ത, വിലാപം മാറാത്ത, ഒരു കുടുംബത്തിൽ തിരിച്ചു വരാത്ത മകനെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ അലമുറകൾ ഇപ്പോഴും ഉയരുകയാണ്. മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അഞ്ചരക്കണ്ടിയിൽ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നവോത്ഥാന കേരളത്തിന് നല്ലതാണോ ഇത്തരം പ്രവണതകളെന്നും അദ്ദേഹം ചോദിച്ചു. പോലീസ് യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.